പഴയ പോലെ പരുവത്തിൽ തന്നെ. ഏയ് എന്താ ഭാരതീയമേത്, മോനെ യാത്രയാക്കുമ്പോ സന്തോഷത്തോടെ യാത്രയാക്കണ്ടേ? കാശില്ലാതെ ഞാനിവിടെ നിന്നാലേ ആ കറിയാച്ചന്റെ കടം എങ്ങനെ വീട്ടും? ഒരു മാസത്തെ അവധി പറഞ്ഞിരിക്കല്ലേ. പിന്നെ കറിയാച്ചന്റെ കാര്യങ്ങളൊന്നും ബാലുവിനോട് പറയണ്ട. ട്രെയിനിങ് സമയത്ത് അവന്റെ മനസ്സ് വിഷമിപ്പിക്കരുത്. കരയല്ലേ, കണ്ണോടിക്ക്. വരട്ടാമേ, പോട്ടേടി, പഠിക്കണം കേട്ടാ. ആ ബാഗ് ഇങ്ങോട്ടാ. എന്താ കണ്ടില്ല, യാത്ര പറഞ്ഞില്ല അല്ലേ? ആ ബാഗ് എടുത്തോണ്ട് ആ അതേ വന്നല്ലോ. ഇങ്ങനെ കണ്ടിട്ട് എന്തിനാ? വരട്ടെ. സത്യമായിട്ടും ദുബായിലേക്ക് തന്നെയാണോ പോണേ? സത്യമായിട്ടും. ശരിക്കുള്ള ദുബായിലേക്ക്? അതെ. താങ്ക്സ് ആരോടൊന്നും പറയാത്തതിന്. ഞാൻ വരും. അപ്പൊ എന്റെ റോള് കഴിഞ്ഞല്ലേ? അതെന്താ? നീ ഇപ്പൊ ശരിക്കും ദുബായി പോവല്ലേ? ഞാൻ എയർപോർട്ടിൽ വന്ന് ടാറ്റ പറഞ്ഞ് യാത്ര അയക്കാനല്ലേ കൂടെ വരണത്? നീ വരുന്നുണ്ടോ ദുബായിക്ക്? എനിക്കതിന് പാസ്പോർട്ടും വിസ ഒന്നും ഇല്ലല്ലോ. ഈ ദുബായി പോകാൻ പാസ്പോർട്ടിന്റെ വിസയുടെ ഒന്നും ആവശ്യമില്ലേ. വെറും ചങ്കൂറ്റം മാത്രം മതി. ചങ്കൂറ്റോ? അതേത് ദുബായി? വാളയാർ. ഇങ്ങോട്ട് ഇറങ്ങണ. ആ കാണുന്ന വീടാ. ശിവ, ഒക്കെ പോയടാ. ഇവളുടെ കെട്ടുതാലി വരെ വിറ്റിട്ട അവസാനമായിട്ട് നിന്റെ വീട്ടിലേക്ക് പണം അയച്ചു. ഇനി വിൽക്കാൻ ഒന്നുമില്ല. നീ പോയ ശേഷം ആകെ ഒരു രാശിക്കുറവാ. ഒരു ലോഡ് പോലും മനസമാധാനത്തോടെ കടത്താൻ പറ്റിയില്ല. ലോഡടക്കം 4 വണ്ടി പോലീസ് പിടിച്ചു. ചിന്നാടന്മാരുടെ ഒറ്റായിരുന്നു. കയ്യിലെ കാശ് തീർന്നപ്പോ രണ്ടും കൽപ്പിച്ച് ഞാൻ ആ പഴയ കുപ്പായം എടുത്തിട്ടു. ലോഡുമായിട്ട് വരുന്ന വഴിക്ക് മുന്നിൽ പോലീസ്. ഞാൻ ലോറിയിൽ നിന്നിറങ്ങി ഓടിയതും എതിരെ വന്ന ഒരു കാർ എന്നെ ഇടിച്ചു തെറിപ്പിച്ചത് ഒരുമിച്ചായിരുന്നു. ഇടിച്ചതാണോ ഇടിപ്പിച്ചതാണോ എന്നറിയില്ല. പിന്നൊന്നും ഓർമ്മയില്ല. ബോധം വീണപ്പോ കണ്ടില്ലേ? ചികിത്സയ്ക്ക് ലക്ഷങ്ങളായി. വീടൊക്കെ ആ വഴിക്ക് പോയി. കാലു പോയതോടെ ഞാൻ ഒന്നിനും കൊള്ളാത്തവനായി. വെറും വേസ്റ്റ്. വണ്ടി ഓടിക്കണമെങ്കിൽ വലതുകാല് വേണ്ടടാ ആക്സിലേറ്റർ ചവിട്ടാൻ. പോലീസ് വരുമ്പോ ഇറങ്ങി ഓടാനും വേണ്ടടാ കാല്. ഞാൻ ഒന്ന് ട്രൈ ചെയ്യാന്ന് പറഞ്ഞതാ, പക്ഷേ അപ്പൊ സമ്മതിച്ചില്ല. ഇവൻ എന്തെങ്കിലും പറ്റിയ എനിക്ക് സഹിക്കാൻ പറ്റൂടാ. ശിവ, നീ വന്ന വിവരം വാളയാർ മുഴുവൻ അറിഞ്ഞു. നിനക്ക് സുഖമല്ലടാ? നീ ഇനി എപ്പോഴാ തിരിച്ച് നാട്ടിലേക്ക്? ഭായിയെ നിലയിൽ തനിച്ചാക്കിട്ടോ. തൽക്കാലം നാട്ടിലേക്കില്ല. പിന്നെ നമുക്ക് വീണ്ടും ഒന്നേന്ന് തുടങ്ങിയാലോ ഭായ്? വേണ്ടടാ, ചിന്നാടന്മാർ സമ്മതിക്കില്ല.
ഭരണം മാറി, പണവും സ്വാധീനവും ഇപ്പൊ അവരുടെ ഭാഗത്താ. ഇപ്പൊ ചെക്ക് പോസ്റ്റ് മുഴുവൻ അവരുടെ കൺട്രോളിലാണ്. അവർക്കില്ലാത്ത ഒന്നും നമുക്കില്ലേ ബായ്? ബുദ്ധി. എന്നാലും കുറച്ച് കാശ് കൈ വേണ്ടടാ. ആ സത്യമൂർത്തി സഹായിക്കാതിരിക്കില്ല. നമ്മളും ഒരുപാട് ഉണ്ടാക്കി കൊടുത്തല്ലേ. ശ്രമിക്കാം ബായ്. അച്ഛായ, നിന്റെ കൂടെ ഞങ്ങളുണ്ടാ. പഴയ ഒരു ഉഷാർ വന്ന പോലെ. ആ അടയ്ക്ക്, നിർത്ത. ഓഫാക്കടോ. എങ്ങോട്ടാ ഇത്ര ധൃതിയില്? പഴയ കള്ളന്മാര് തന്നെയാണല്ലോ. എന്താടാ പരമേശ്വരം, നീ ജയിലിൽ നിന്ന് ഇറങ്ങിയ? അവിടെ എങ്ങനെ സ്ഥിരം കിടക്കാൻ പറ്റുമോ സാറേ? പണ്ടൊക്കെ ഈ പരമശിവത്തിന്റെ ലോറികൾ ചീറിപ്പാഞ്ഞു വരുമ്പോ ഈ ചെക്ക് പോസ്റ്റ് പടപടാന്ന് തുറക്കാറുണ്ട്. അതൊക്കെ പണ്ടല്ലേടാ. കുറച്ച് സാധനം വണ്ടിയിലുണ്ട്, ഒന്ന് പൊക്കി തന്ന് കാശം വീട്ടിലെത്തിച്ചേക്കാന്ന്. ഞാൻ പറയാതെ ഒറ്റ വണ്ടി കടത്തി വിടരുത്. എന്താ സാർ പ്രശ്നം? എന്താ നിനക്ക് അറിഞ്ഞൂടാ? വെറുതെ എന്റെ സമയം മെനക്കെടുത്തല്ലോ സാറേ. എനിക്ക് വീട്ടിൽ ധൃതിയുണ്ട്. എടുത്ത് വണ്ടിയിലിടുവനെ. എന്തിന്? പബ്ലിക്കായിട്ട് സ്പിരിറ്റ് കൊണ്ടുവന്നിട്ട് നിന്ന് കുറയ്ക്കുന്നോടാ പന്നം. കേറി പരിശോധിക്കണോ? എന്തായടോ സാറേ? ഇത് വെറും വെള്ള. വെള്ളവും ഒന്നുകൂടെ ഒന്ന് മണത്ത് നോക്കണോ? എങ്ങനെ മണത്ത് നോക്കിയാൽ ഇത് വെറും വെള്ള. പ്ലാച്ചിമടയിൽ എന്തൊരു വരൾച്ച സാറേ. ഞാൻ അങ്ങോട്ടേക്ക് കുടിവെള്ളം കൊണ്ടുപോകുന്നതാ. പച്ചവെള്ളം വിറ്റിട്ടെങ്കിലും നമ്മൾ ജീവിച്ച് പൊക്കോട്ടെ സാറേ. അല്ല സാറേ, കുടിവെള്ളം കൊണ്ടുപോകുന്ന അറസ്റ്റ് ചെയ്യാൻ മാത്രമുള്ള കുറ്റമാണോ? അല്ല, നമ്മളോട് കുറച്ചാളില്ലാത്തോണ്ട് നിയമം മാറിയതൊന്നും അറിഞ്ഞില്ല. പോരാത്തതിന് ഇന്നത്തെ പത്രം വായിച്ചിട്ട് 5-6 ദിവസമായി സാറേ. നിന്ന് ചിലക്കാതെ വണ്ടി എടുത്തോണ്ട് പോടാ. അല്ല സാറേ, സാർ എന്നെ പണ്ട് ഒരുപാട് സാറേന്ന് വിളിച്ചിട്ടുള്ളല്ലേ. എന്റെ കയ്യിൽ നിന്ന് ഒരുപാട് കാശ് വാങ്ങിച്ചിട്ടുള്ളല്ലേ. ഞാൻ ജയിലിൽ നിന്ന് വന്നപ്പോ പലരും പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ലേ സാറേ. സാറൊക്കെ പഴയ സാറല്ല, പുതിയ സാറുമാരുടെ സാറാണെന്ന് പറഞ്ഞു സാറേ. നിർത്തണം നിന്റെ ഈ സാറ് വിളി. നീ ഏതർത്ഥത്തിലാ ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച സാറ് മനസ്സിലായി. സന്തോഷം. വരട്ടെ സാറേ. വെറുതെ സാറേ. എന്താ സാറേ? വിട് സാറേ. സാറേ ഹായ്. അടി സാക്കേ വർക്കിച്ചായോ? എന്നാടോ ഒരു സ്നേഹമില്ലാണ്ട്? വർക്കിച്ചായോ, ഇതെന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു. ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഇനി പരമശിവത്തിന് സ്പിരിറ്റ് നടത്താൻ പറ്റില്ല എന്ന് വെച്ച് നമുക്ക് നമ്മുടെ തൊഴിൽ നിർത്താൻ പറ്റണോ? വർക്കിച്ചായോ, ദേ എന്റെ ലോഡുകൾ 24 മണിക്കൂറിനുള്ളിൽ ഈ വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഞാൻ കടത്തിയിരിക്കും. താൻ ആണാണെങ്കിൽ തടയടോ. ചേട്ടായി, ഇന്ന് അവന്റെ ലോഡുകൾ കേരളത്തിലെത്തിയാൽ പിന്നെ നമ്മൾ ഗോപി വരച്ചാ മതി. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവന്റെ ഒരു പുണ്ണാക്കം കടന്നു പോകില്ല. നീ ആ ചെക്ക് പോസ്റ്റിലേക്ക് വിളിക്കടാ. ഹലോ, വാളയാർ ചെക്ക് പോസ്റ്റ്. ഇത് ഞാനാടവേ. എന്താ വർക്കിച്ചേ? അവനുണ്ടല്ലോ ആ പരമശിവം, വീണ്ടും ഒരു അംഗത്തിനുള്ള പുറപ്പാടില്ല. നീ ഒരു പേനയും പേപ്പറും കൊടുത്തേ. എന്നിട്ട് എന്റെ വണ്ടികളുടെ നമ്പറൊക്കെ ഒന്ന് കുറിച്ചെടുത്തോ. ഈ നമ്പർ ഒഴികെ മറ്റേത് വണ്ടി വന്നാലും പിടിച്ചോണം. ഇതെന്റെ ഒരു വാശിയുടെ പ്രശ്നമാണ്. ആദ്യം ഞാൻ ഏറ്റു വർക്കിച്ചേ. പറഞ്ഞു വിടറാ നമ്മുടെ വണ്ടിയുടെ നമ്പറൊക്കെ. നോട്ട് ചെയ്തോ. TN4 2255. TN4 2255. 2255 അല്ലേ? ഓക്കെ. KL9 3663.